ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അശ്വതിയുടെ അരികിലെത്തിയ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ വഴി ഒരു പോസ്റ്റ് ഇട്ടാൽ മതിയല്ലോ. നൂറോളം ആരാധകർ, നൂറോളം അല്ല, എണ്ണമില്ലാത്ത അത്രത്തോളം ആരാധകമാരും ആരാധികമാരും ഒക്കെ ഉള്ള ആളല്ലേ ശ്യാമ മാഡം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഒരു വാർത്ത വന്നാൽ തീർച്ചയായിട്ടും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് എത്രയോ ആളുകൾ ഓടിയെത്തും എന്നറിയിച്ചു. അപ്പോഴാണ് അശ്വതി ഓർത്തത്, ശരി സാർ, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ഡോക്ടറെ പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോൾ അശ്വതി ആലോചിച്ചു, അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ വലുതായിരിക്കും. ഐശ്വര്യയും മറ്റുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. തൽക്കാലം അത് വേണ്ട. ഡോക്ടർ പറയുന്നത് പോലെ അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് അപകടമാണ് എന്ന് അശ്വതി മനസ്സിൽ ചിന്തിച്ചു. ഇനി എന്താ വേണ്ടതെന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിന് മുറ്റത്തേക്ക് ആ വിനയപ്രസാദിന്റെയും ഒക്കെ കാറ് വന്നെത്തി. കാറിൽ നിന്ന് വിനയ വേഗം പുറത്തേക്ക് ഇറങ്ങുകയും ആകെ വളരെ ടെൻഷനോടെ രാധികയെയും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. രാധികയോടൊപ്പം വിനയയുടെ ആയും കൂടി അവിടേക്ക് വരുമ്പോൾ പെട്ടെന്ന് വിനയോടൊപ്പമുള്ള ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തു, ഞാൻ വേഗം ഡോക്ടറെ കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വിനയ രാധികയും കൂട്ടിക്കൊണ്ട് നേരെ ഡോക്ടർക്ക് അരികിലേക്കായി പോകുന്നു. ഈ സമയത്ത് അശ്വതി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്യാമയ്ക്ക് വേണ്ടി ബ്ലഡ് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി കുമാരൻ സാറിനെ വിളിച്ച് സാർ എത്രയും വേഗം ഇവിടേക്ക് എത്തണമെന്നും, അത് മാത്രമല്ല ഇപ്പോ റെയർ ഗ്രൂപ്പായിട്ടുള്ള ശ്യാമയുടെ ഈ ബ്ലഡ് എത്രയും വേഗം കണ്ടെത്തിയേ തീരൂ, അതിന് ആരെയെങ്കിലും ഇവിടേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് അശ്വതി നിർബന്ധപൂർവ്വം അറിയിച്ചു. അങ്ങനെ അത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അതുവഴി രാധികയുമായിട്ട് വിനയ് പ്രസാദ് നേരെ കാഷ്വാലിറ്റിയിലേക്ക് എത്തിയത്. വിനയ് പ്രസാദ് നേരെ അകത്തേക്ക് കയറുമ്പോൾ രാധികയുമായിട്ട് അകത്തേക്ക് വന്ന നിമിഷം ഡോക്ടർ ചോദിച്ചു, എന്താ എന്താ സംഭവിച്ചത്? അപ്പോഴാണ് വിനയ് പ്രസാദ് കാര്യങ്ങൾ പറഞ്ഞു. ഈ കുട്ടിയുടെ കൈയൊന്ന് പൊള്ളി, ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ വന്നത്. ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ എന്റെ സാരിയിൽ തീ പടർന്നപ്പോൾ പെട്ടെന്ന് അത് തല്ലിക്കെടുത്താനായി ഈ കുട്ടി ഓടിയെത്തിയതാണ്. അങ്ങനെയാണ് കൈ പൊള്ളിയത് എന്നറിയിച്ചു. ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു, ശരി, ഞാൻ നോക്കാം, മേഡത്തിന്റെ ഒരു ആരാധികയാണ് ഞാൻ കേട്ടോ എന്നെല്ലാം. അതിനിടയിൽ വിനയപ്രസാദിനോട് ഡോക്ടർ കുശലം പറയുകയും ചെയ്യുന്നു. പിന്നീട് രാധികയുടെ കയ്യിൽ നോക്കിയിട്ട് പൊള്ളല് ഒരു ഇച്ചിരി ഉണ്ട് കേട്ടോ, എന്തായാലും ക്രീം പുരട്ടാം എന്ന് പറഞ്ഞ് വേഗം മെഡിസിൻ പുരട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ആ നേഴ്സിനോട് പറഞ്ഞു. നേഴ്സ് അതിന് വേണ്ട ഫസ്റ്റ് എയ്ഡ് എല്ലാം ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് കാഷ്വാലിറ്റിയിൽ ഒരു ബെഡിൽ രാധികയെ അങ്ങനെ ശുശ്രൂഷിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു ബെഡിലായിരുന്നു ശ്യാമയുടെ ട്രീറ്റ്മെന്റ് നടത്തുന്നത്. ഡോക്ടർ ശ്യാമ അബോധാവസ്ഥയിലായതുകൊണ്ട് ശ്യാമയുടെ തലയിൽ മരുന്ന് കെട്ടിവെച്ചതിന് ശേഷം എപ്പോഴെങ്കിലും ബോധം തെളിയുന്നു, ഇത്രയും ബ്ലഡ് നഷ്ടമായ സ്ഥിതിക്ക് ഉടൻ തന്നെ ബ്ലഡ് കണ്ടെത്തേണ്ടത് ആവശ്യമാണെന്നും എത്രയും വേഗം തന്നെ ബ്ലഡ് കയറ്റണം, ഇല്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിൽ എത്തിക്കുമെന്ന് അറിയാവുന്നതിന് അദ്ദേഹം വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹം ആ സമയത്ത് രാധികയുടെ കയ്യിൽ മറ്റൊരു ഡോക്ടർ മരുന്ന് വെക്കുന്ന നേരത്ത് ഡോക്ടർ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആ വ്യക്തി വേഗം പുറത്തേക്ക് എത്തി രാധികയുടെ അടുത്തുണ്ടായിരുന്ന ഡോക്ടറോട് ബ്ലഡിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. എന്താ ഈ കുട്ടിക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചതും ഈ കുട്ടിക്ക് പൊള്ളലേറ്റതാണ് സർ എന്ന് ആ ഡോക്ടർ അറിയിച്ചു. ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം വേഗം പുറത്തേക്ക് ഇറങ്ങി വന്ന് അശ്വതി ചോദിച്ചു, എന്താ മേഡം, ബ്ലഡ് അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമായോ? ഇവിടുത്തെ ഹോസ്പിറ്റല്, ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ ഈ നിമിഷത്തിൽ അറേഞ്ച് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ടാണ് മേഡത്തോട് അന്വേഷിക്കുന്നത്. എവിടെന്നെങ്കിലും സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അശ്വതി പറഞ്ഞു, ഇല്ല, ഇപ്പോൾ തന്നെ എത്തും, അറേഞ്ച് ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞു. ഓരോ നിമിഷം പോകുമ്പോഴും അത് കൂടുതൽ ക്രിട്ടിക്കലായി വരികയാണ് ശ്യാമയുടെ കണ്ടീഷൻ. ശ്യാമ മേഡത്തെ എത്രയും വേഗം ബ്ലഡ് കണ്ടെത്തി ശ്യാമ മേഡത്തെ രക്ഷിച്ചേ തീരൂ എന്ന് പറഞ്ഞ് അദ്ദേഹം കയറി വരുമ്പോൾ രാധികയെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർക്ക് അരികിലെത്തി അദ്ദേഹം പറഞ്ഞു, ഇപ്പോ ശ്യാമ മേഡത്തിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ സീരിയസ് ആണ്. എത്രയും വേഗം ബ്ലഡ് മേഡത്തിന് എത്തിച്ചില്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാകും എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ വിനയപ്രസാദ് ചോദിച്ചു, എന്താ സാർ, എന്താ പറ്റിയത്, ശ്യാമയ്ക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചിട്ടും മേഡത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായതാണ്, ഹെഡ് ഇഞ്ചുറിയാണ്, കുറെ ബ്ലഡ് നഷ്ടമായിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ കഷ്ടകാലത്തിന് നമ്മുടെ ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ ആ ബ്ലഡും ഇല്ല, റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് AB നെഗറ്റീവാണ്, അത് കണ്ടെത്താനായിട്ട് അറേഞ്ച് ചെയ്യാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് എല്ലാവരും എന്ന് പറഞ്ഞു. എന്തായാലും എത്രയും വേഗം ബ്ലഡ് കണ്ടെത്തിയേ തീരൂ എന്ന് പറഞ്ഞ് ഇനി ഡോക്ടർക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പിലോ മറ്റുമൊക്കെ ബ്ലഡ് കണ്ടെത്താൻ കഴിയുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കുന്നത് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോയി. അപ്പോഴേക്കും പെട്ടെന്ന് അത് കേട്ട ഉടനെ രാധികയോട് കൃഷ്ണപ്രസാദ് പറഞ്ഞു, എന്നാ ശരി, നമുക്ക് ഇറങ്ങാം മോളെ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ രാധിക പറഞ്ഞു, അല്ല മേഡം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശ്യാമ മേഡത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണെന്നല്ലേ പറഞ്ഞത്? എനിക്കും അങ്ങനെ AB നെഗറ്റീവ് തന്നെയാണ് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പും. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ബ്ലഡ് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും തന്നെയില്ല, മേഡത്തിന്റെ ജീവൻ രക്ഷിക്കാനല്ലേ. ഇപ്പോ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ മേഡം എന്ന് ചോദിച്ചു. കുട്ടിയുടേത് അങ്ങനെയാണോ? കുട്ടിക്ക് സമ്മതമാണെങ്കിൽ വേറെ പ്രശ്നമൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു.
പെട്ടെന്ന് വിനയപ്രസാദ് പറഞ്ഞു, എന്നാ അങ്ങനെയാണെങ്കിൽ ശ്യാമയുടെ ജീവൻ രക്ഷിക്കുകയല്ലേ പ്രധാനം. കുട്ടിക്ക് കുഴപ്പമില്ലെങ്കിൽ അത് തന്നെ നോക്കൂ മേഡം എന്ന് പറഞ്ഞതും ഉടനെ മേഡം പറഞ്ഞു, എന്നാ ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ സാറിനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഡോക്ടർ വേഗം കൃഷ്ണകുമാരനെ കാണാനായിട്ട് പോയി. ആ സമയത്ത് രാധിക വിനയപ്രസാദിന്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, എന്നാ മേഡത്തിന് ധൃതിയുണ്ടെങ്കിൽ പൊയ്ക്കോളൂ. ഞാൻ ഒത്തിരി ആരാധിക്കുന്ന, ഞാൻ ദൈവത്തെ പോലെ സ്നേഹിക്കുന്നതാണ് ശ്യാമ മേഡത്തെ. മേഡത്തിന്റെ ജീവനെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. മേഡം തിരക്കുണ്ടെങ്കിൽ മേഡം പൊയ്ക്കോ, ഞാൻ പിന്നാലെ വന്നോളാം എന്ന് പറഞ്ഞതും വിനയപ്രസാദ് പറഞ്ഞു, അതൊന്നും വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം, എനിക്കും സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണകുമാറിനെയും കൂട്ടി ആ ഡോക്ടർ അവിടേക്ക് എത്തി. കൃഷ്ണകുമാർ ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിയാണോ ആള്? ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചിട്ടും, പൊള്ളലേറ്റതാണ് സാർ, അതിനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് ഡോക്ടർ അറിയിച്ചു. അത് കേട്ടപ്പോഴേക്കും ഉടനെ ഡോക്ടർ കൃഷ്ണകുമാർ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നും തന്നെയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇപ്പോ ഈ കുട്ടിക്ക് അതിന് സമ്മതമാണെങ്കിൽ വേറൊന്നും ആലോചിക്കേണ്ടതില്ല, കുട്ടി വന്നോളൂ എന്ന് പറഞ്ഞു. എന്നാ കുട്ടി വരാനായി പറഞ്ഞതോടെ, എന്നാ ശരി മേഡം, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രാധിക ശ്യാമയ്ക്ക് ബ്ലഡ് കൊടുക്കാനായി പോകുന്നു. ഈ സമയത്ത് വിനയപ്രസാദ് ഓരോന്നും ആലോചിച്ച് പുറത്തേക്ക് ഇറങ്ങി. ആ സമയം ഇതൊന്നും അറിയാതെ അവിടെ പുറത്ത് കുറുപ്പ് സാറിന് അവിടെ നിന്നോട് കുമാരൻ സാറിനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അശ്വതി. സാർ എത്രയും വേഗം എവിടേക്ക് എത്തണം, ഇതുവരെയായിട്ടും ബ്ലഡ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ആകെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ബ്ലഡ് കണ്ടെത്തിയാലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ശ്യാമയെ രക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ടെൻഷനോടെ ആ മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് അശ്വതി അതുവഴി കടന്നു പോകുന്നു. അശ്വതിയെ ശ്രദ്ധിക്കാതെ വിനയപ്രസാദും നിൽക്കുന്നു. ആകെ ടെൻഷൻ അടിച്ചുകൊണ്ട് വിനയപ്രസാദും അവിടെ വാതിക്കൽ നിന്നു. അല്പസമയത്തിന് ശേഷം രാധിക വേണ്ട മരുന്ന് തന്റെ ബ്ലഡ് നൽകുന്നതിന് വേണ്ടത്രയും ബ്ലഡ് കൊടുക്കാനായിട്ട് തയ്യാറായി. രാധിക ശ്യാമയ്ക്ക് ബ്ലഡ് കൊടുക്കാനായി അവിടെ ഡോക്ടർ പറഞ്ഞ ബെഡിലേക്ക് ചെന്ന് കിടന്നു. ആ സമയത്ത് സുബിൻ വേഗം വിനയപ്രസാദിന് അരികിലേക്ക് എത്തി. മേഡം, എന്തായി, ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ടും, കഴിഞ്ഞു, പക്ഷേ ഇപ്പം മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. ശ്യാമ പാട്ടുകാരിയില്ലേ ശ്യാമ വാസ്തവന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ഹെഡ് ഇഞ്ചുറിയാണ്, ബ്ലഡ് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ കൂടെ വന്ന രാധികയുടെ ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആയിരുന്നു, അതുകൊണ്ട് ആ കുട്ടി ബ്ലഡ് കൊടുക്കാനായി കയറിയിരിക്കുകയാണ് എന്നറിയിച്ചു. അത് കേട്ടതും സുബിൻ പറഞ്ഞു, അയ്യോ മേഡം, എന്നാൽ നമുക്ക് തിരിച്ചു പോയാലോ, സാർ അവിടെ ആകെ ദേഷ്യത്തിലാണ്, ഡയറക്ടർ സാർ വിളിച്ചു ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞതും, ഓഹോ അത്രയ്ക്കാണോ, സാറിന് അത്ര ദേഷ്യമാണെങ്കിലേ എനിക്കും അതിനേക്കാളും ദേഷ്യമാണെന്നങ്ങ് പറഞ്ഞേക്കോ. അതെ, എനിക്ക് തൽക്കാലം വരാൻ പറ്റില്ല, ഇവിടെ ചെയ്യുന്നത് ഒരു മനുഷ്യജീവൻ രക്ഷിക്കുക എന്നുള്ള കടമയാണ്. ആ ഒരു പ്രവൃത്തി ആ കുട്ടി ചെയ്യുമ്പോൾ അതിനെ തകർക്കുന്ന രീതിയിലും അതിനോട് എതിർപ്പ് കാട്ടാനും ഒന്നും എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്ര വലിയ നിർബന്ധവും വാശിയുമൊക്കെ ആണെങ്കിൽ ഡയറക്ടർ സാറിനോട് പറഞ്ഞേക്ക്, ഞാനും ഒരല്പം വാശികളാണെന്ന് എന്ന് പറഞ്ഞ് വിനയപ്രസാദ് അറിയിച്ചു. നമ്മളൊക്കെ മനുഷ്യരാണെന്നുള്ള കാര്യം ഡയറക്ടറോട് ഒന്ന് പറയണം. ഡയറക്ടർ ഇതുപോലെ വാശി പിടിക്കാനും ഇത്രയും മനുഷ്യത്വമില്ലാതെ പെരുമാറാനും എങ്ങനെ കഴിയുന്നു? നമ്മളെല്ലാവരും മനുഷ്യഗണത്തിലുള്ളതാണെന്നുള്ള കാര്യം സാറ് പലപ്പോഴും മറന്നു പോവുകയാണല്ലോ എന്നൊക്കെ വിനയപ്രസാദ് അറിയിച്ചിരുന്നു. സുബിൻ പറഞ്ഞു, എന്നാൽ ശരി മേഡം, ഞാൻ സാറിനോട് പറഞ്ഞ് സംസാരിച്ചോളാം എന്ന് അറിയിച്ചു. പിന്നീട് രാധിക വളരെ സന്തോഷത്തോടെ ശ്യാമയ്ക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു. അങ്ങനെ ശ്യാമയ്ക്ക് ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാധികയുടെ മനസ്സിലേക്ക് വന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ പാട്ട് അന്ന് ആ സ്റ്റേജിൽ നിന്ന് ശ്യാമ മേഡം പാടിയത് അപ്പുറത്ത് മാറി നിന്ന് കേൾക്കാൻ കഴിഞ്ഞ ആ ഒരു വിഷ്വൽ മനസ്സിലൂടെ അങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അത് ഓർത്തുകൊണ്ട് വളരെ പുഞ്ചിരിയോടെ തന്നെ രാധിക തൻ്റെ സ്വന്തം അമ്മയാണെന്നറിയാതെ ശ്യാമയ്ക്ക് തൻ്റെ രക്തം നൽകാൻ തയ്യാറായി. അങ്ങനെ ആ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അതിൻ്റെ സന്തോഷത്തിൽ മനസ്സിൽ വളരെയേറെ സംതൃപ്തിയോടെ രാധിക ആ ഒരു മുഹൂർത്തത്തിൽ താൻ വലിയ ഒരു പുണ്യപ്രവൃത്തി ചെയ്തതിൻ്റെ സന്തോഷത്തിലായിരുന്നു രാധിക. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന രാധിക വിനയപ്രസാദിനോട് പറഞ്ഞു, മേഡം, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ശ്യാമ മേഡത്തെ. മേഡത്തിൻ്റെ പാട്ട് കേൾക്കാൻ അത്രത്തോളം ഞാൻ ആഗ്രഹിച്ചതാണ്. എന്തായാലും ആ മേഡത്തിന് ജീവൻ കൊടുക്കാൻ, രക്തം നൽകാൻ എനിക്ക് സാധിച്ചല്ലോ, അതിലൊത്തിരി സന്തോഷമുണ്ട് എനിക്ക്. എൻ്റെ രക്തം മേഡത്തിൻ്റെ ദേഹത്തോടെ ഇപ്പോൾ ഓടുന്നു എന്നറിയുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ കൃഷ്ണ ഡോക്ടർ അതുവഴി ഇരുന്നുണ്ട്. അപ്പോൾ രാധിക പറഞ്ഞു, മേഡം, എനിക്ക് ശ്യാമ മേഡത്തെ ഒന്ന് കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, എന്തായാലും നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം, ഡോക്ടറല്ലേ വരുന്നത് എന്നറിയിച്ചു. ഉടനെ ഡോക്ടർ രാധികയെ കണ്ടതും, കുട്ടി ചെയ്ത വലിയൊരു പ്രവൃത്തിയാണ് കേട്ടോ, കൃത്യസമയത്ത് തന്നെ മേഡത്തിന് ബ്ലഡ് കൊടുക്കാൻ കുട്ടിക്ക് സാധിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വിനയപ്രസാദ് പറഞ്ഞു, സർ, ഈ മോൾക്കൊരു ആഗ്രഹമുണ്ട്, ഇപ്പോൾ ശ്യാമ മേഡത്തെ ഒന്ന് കാണണമെന്നാണ് പറയുന്നത്, ശ്യാമയെ കാണാൻ കഴിയുമോ സർ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അയ്യോ കുട്ടി, ഇപ്പോൾ എന്തായാലും സാധിക്കില്ല, ഒരു അരമണിക്കൂറുടെ കഴിഞ്ഞാൽ വേണമെങ്കിൽ കാണാം, അരമണിക്കൂർ കൂടിയെങ്കിലും വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു, എന്നാൽ കുഴപ്പമില്ല, മേഡം കണ്ണ് തുറക്കുമ്പോൾ എന്നെ അന്വേഷണം പറഞ്ഞാൽ മതി എന്ന് ഡോക്ടറോട് അറിയിച്ചു. അപ്പോഴേക്കും സുബിൻ അവിടേക്ക് എത്തി. മേഡം കഴിഞ്ഞോ എന്ന് ചോദിച്ചു. കഴിഞ്ഞു സുബിൻ എന്ന് വിനയപ്രസാദ് മറുപടി നൽകിയതും
ഉടനെ ഡോക്ടറോട് നോക്കിയിട്ട് പ്രസാദ് പറഞ്ഞു, "എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ സാർ. ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്നാ വന്നത്. അല്പം തിരക്കുണ്ട്" എന്ന് പറഞ്ഞു. "എന്നാ ശരി, അങ്ങനെ തന്നെ ആയിരിക്കും മേഡം" എന്ന് പറഞ്ഞയച്ചു കഴിയുമ്പോൾ ഡോക്ടർ ആലോചിച്ചു, "അല്ല, ഈ കുട്ടിയെ കാണാനും ശ്യാമ മേഡത്തെ പോലെ തന്നെ ഉണ്ടല്ലോ" എന്ന് ആലോചിച്ചു. അങ്ങനെ നിന്നപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വന്നതുകൊണ്ട് അശ്വതി അവിടേക്ക് എത്തി. അശ്വതി ചോദിച്ചു, "അല്ല സാർ, ശ്യാമയ്ക്ക് ബ്ലഡ് കൊടുത്തെന്ന് പറഞ്ഞൊരു കുട്ടിയില്ലേ, ആ കുട്ടിയെ ഒന്ന് കാണാൻ പറ്റുമോ? ആ കുട്ടി എവിടെയാ?" എന്ന് ചോദിച്ചു. ആ കുട്ടി ദേ ഇപ്പൊ അവിടുന്ന് പോയതേ ഉള്ളൂ. കാണാനാണെങ്കിൽ ശ്യാമ മേഡത്തെ പോലെ തന്നെ ഇരിക്കുന്നു" എന്ന് പറഞ്ഞു. ആണോ? എന്നിട്ട് ആ കുട്ടി എവിടെ?" എന്ന് ചോദിച്ചു. "ഇപ്പത്തെ അവരങ്ങ് പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ" എന്ന് ഡോക്ടർ കൈ ചൂണ്ടിക്കാട്ടി. ഉടനെ തന്നെ "ശരി ഡോക്ടർ" എന്ന് പറഞ്ഞ് രാധിക പോകുന്ന വഴിയിലേക്ക് വേഗം തന്നെ അവിടേക്ക് തന്നെ അശ്വതി ഇവളുടെ പ്രതീക്ഷയോടെ ഓടിയെത്തി. സുബിനപ്പോഴേക്കും വിനയപ്രസാദിനോട് ചോദിച്ചു, "മേഡം, എന്നാൽ നമ്മൾ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോകല്ലേ" എന്ന് ചോദിച്ചപ്പോൾ സുബിനോട് വിനയപ്രസാദ് പറഞ്ഞു, "ഞാൻ എന്തായാലും ഈ കുട്ടിയെ വീട്ടിലാക്കിയിട്ട് നേരെ അങ്ങോട്ട് വന്നോളാം. തൽക്കാലം ഞാൻ ഈ കുട്ടിയെ വീട്ടിലാക്കട്ടെ. സുബിൻ നേരെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് ക്ഷേത്രത്തിലേക്ക് പൊയ്ക്കോളൂ" എന്നറിയിച്ചു. "ശരി മേഡം" എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വേഗം തന്നെ സുബിനും മടങ്ങി. ആ സമയത്ത് അശ്വതി അവരുടെ കാർ അവിടെ നിന്ന് പോകുന്നത് കണ്ടുകൊണ്ടാണ് അവിടേക്ക് ഓടിയെത്തിയത്. അപ്പോഴേക്കും കാർ വിട്ടുപോയതിന്റെ നിരാശയിൽ അശ്വതി അവിടെ നിന്ന്, കാണാൻ കഴിഞ്ഞില്ലല്ലോ. ശരിക്കും ശ്യാമയുടെ മകൾ സ്വന്തം മകൾ തന്നെയാണോ ശ്യാമയെ രക്ഷിച്ചത്? കൃത്യസമയത്ത് തന്നെ ശ്യാമയ്ക്ക് ബ്ലഡ് നൽകാനായിട്ട് സ്വന്തം മകൾ തന്നെ അവിടേക്ക് എത്തിയല്ലോ എന്ന് അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നെല്ലാം ആലോചിച്ച് അശ്വതി അവിടെ നിൽക്കുന്നു. അതിനുശേഷം കാണുന്നത് ദേവനാരായണൻ വീട്ടിൽ മടങ്ങിയതിനു ശേഷം ആകെ ടെൻഷനോടെ നിൽക്കുകയാണ്. അത് കണ്ട ഉടനെ സുകുമാരി പറഞ്ഞു, "അതെ, കണ്ട ഷൂട്ടിങ്ങുകാരുടെ കൂടെയൊക്കെ സിനിമാക്കാരുടെ കൂടെയൊക്കെ അവളെ എന്തിനാ പറഞ്ഞയച്ചത്? അവൾ അവരുടെ കാറിൽ അങ്ങനെ കറങ്ങി നടക്കുകയായിരിക്കും. സിനിമാക്കാരല്ലേ കൂടെ, അവൾക്ക് തോന്നിയ വഴിയൊക്കെ പോകാമല്ലോ. നീ ഇങ്ങനെ വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ" എന്ന് ചോദിച്ചപ്പോൾ ദേവനാരായണൻ പറഞ്ഞു, "അത് പിന്നെ മോളുടെ കൈ വല്ലാതെ പൊള്ളിയായിരുന്നു. അപ്പോഴത്തെ അവസ്ഥയിൽ ക്ഷേത്രത്തിലെ പൂജയൊന്നും കഴിയാതിരുന്നത് കൊണ്ട് എനിക്ക് പോകാനും കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വേഗം പോന്നത്. അത് മാത്രമല്ല, അവരാണെങ്കിൽ പറഞ്ഞു സ്വന്തം അനുജത്തിയെ പോലെ നോക്കിക്കൊള്ളാമെന്നാണ് അവർ പറഞ്ഞതും" എന്ന് കേട്ടതും സുകുമാരി പറഞ്ഞു, ശരിയാ, അനുജത്തിയും മകളും ചേച്ചിയും അമ്മയൊക്കെ ആയിട്ട് ആർക്ക് വേണേലും അവളെ കാണാലോ. കാരണം അവൾക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തതല്ലേ" എന്ന് ചോദിച്ച്. "അച്ഛനും അമ്മയും ആരാണെന്ന് പോലും അറിയില്ലല്ലോ" എന്ന് പറഞ്ഞപ്പോ യശോദ പറഞ്ഞു, "അമ്മേ, നിർത്തുന്നുണ്ടോ എന്റെ കൊച്ചിനെ കുറിച്ച് ഇങ്ങനെയുള്ള സംസാരങ്ങള്? അമ്മയ്ക്ക് എപ്പോഴും എന്റെ കൊച്ചിനെ വഴക്ക് പറയണമെന്നല്ലേ ഉള്ളൂ. എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയെന്ന് അറിയാത്ത ടെൻഷനാണ് ഞാൻ" എന്ന് പറഞ്ഞപ്പോ ഉടനെ അത് കേട്ട് നിന്ന ദേവനാരായണൻ പറഞ്ഞു, "അമ്മേ, ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോ രാധിക മോൾക്ക് എന്താ പറ്റിയെന്നറിയാത്ത വേദനയിലാണ് ഞാൻ. കൈ വല്ലാതെ പൊള്ളിയിട്ടുണ്ടായിരുന്നു എന്റെ കുഞ്ഞിന്. അത് എന്തായെന്നറിയത്തില്ല. ഏത് ഹോസ്പിറ്റലിലേക്ക് പോയെന്ന് പോലും അറിയത്തില്ല. ഞാൻ എന്തായാലും ഒന്ന് സെന്റ് മേരീസ് ഹോസ്പിറ്റൽ വരെ പോയെന്ന് അന്വേഷിച്ചിട്ട് വരാം യശോദേ" എന്ന് പറഞ്ഞ് ദേവനാരായണൻ പോകാൻ തുടങ്ങി. അങ്ങനെ ദേവനാരായണൻ വാതിക്കലേക്ക് എത്തിയപ്പോൾ യശോദയും സുകുമാരിയും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഒരു കാർ അവിടെ വന്ന് നിന്നത്. കാറിൽ നിന്ന് രാധിക വളരെ സന്തോഷത്തോടെ ഇറങ്ങി. കയ്യില് പൊള്ളല് ഉണ്ടായതുകൊണ്ട് ആ കൈയും പിടിച്ചുകൊണ്ട് വേഗം രാധിക അവർക്ക് അരികിലേക്ക് എത്തുമ്പോൾ സുകുമാരി ആകെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. "അമ്മേ" എന്ന് വിളിച്ച് യശോദയുടെ അരികിലേക്ക് എത്തിയതും യശോദ ചോദിച്ചു, "എന്റെ പൊന്നുമോളെ, എന്താ മോളെ പറ്റിയത്? കൈ ഒത്തിരി പൊള്ളിയോ?" എന്നിങ്ങനെ ചോദിക്കുമ്പോൾ "അമ്മേ" എന്ന് പറഞ്ഞ് രാധിക പറയാൻ തുടങ്ങുമ്പോഴേക്കും സുകുമാരി ദേഷ്യപ്പെട്ടു. "നീ എവിടെയായിരുന്നു ഇത്രയും നേരം? ആരുടെ കൂടെ കറങ്ങാൻ പോയതാണ്? നിനക്ക് വീട്ടിൽ വരണം എന്നല്ലെങ്കിലും ഒന്നും ഇല്ലല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്തിനാണ് അവരുടെ ഇടയിൽ കയറാൻ പോയത്? അല്ലെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനിടയിൽ കയറുന്നത് നിനക്ക് ഭയങ്കര ശീലമുള്ള കാര്യമാണല്ലോ" എന്നൊക്കെ പറഞ്ഞ് രാധികയെ വല്ലാതെ ശകാരിച്ചു. ആ ശബ്ദം കേട്ടുകൊണ്ടാണ് കാറിൽ നിന്ന് വിനയപ്രസാദ് ഇറങ്ങിയത്. വിനയപ്രസാദ് ആകെ സംശയത്തോടെ അവിടേക്ക് എത്തി. രാധിക വലിയ സന്തോഷത്തോടെ നോക്കുമ്പോൾ വിനയപ്രസാദ് വരുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു യശോദയും ദേവനാരായണനും. ഉടനെ രാധികയുടെ അരികിലേക്ക് എത്തിയിട്ട് വിനയപ്രസാദ് ചോദിച്ചു, എന്താ പറ്റിയത്? എന്തിനാ രാധികയെ വഴക്ക് പറയുന്നത്? കൈ പൊള്ളിയത് എന്നെ രക്ഷിക്കാനായിട്ട് വന്നത് കൊണ്ടാണ്. എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പാവം കുട്ടിയുടെ കൈ പൊള്ളിയത്. അതിന് ആ കുട്ടിയെ വഴക്ക് പറയേണ്ട കാര്യമില്ല. ഇന്ന് അങ്ങനെ കൈ പൊള്ളിയത് കൊണ്ട് തന്നെ ഒരു ജീവൻ എന്നല്ല, 2 ജീവനാണ് ഇന്ന് ഈ രാധിക രക്ഷിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു മകളെ കിട്ടിയത്, ഇങ്ങനെ ഒരു മകൾക്ക് ജന്മം നൽകിയ അച്ഛൻ വലിയ പുണ്യവാൻ തന്നെയാണ്. ഇതുപോലൊരു മകളെ കിട്ടിയതിന്റെ സന്തോഷം എന്തായാലും അങ്ങേക്ക് തിരുമേനിക്ക് ഒരിക്കലും രാധികയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യം വരില്ല. രാധിക കാരണം ഒരിക്കലും അച്ഛന് മോശം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന പ്രവൃത്തികൾ മാത്രമാണ് രാധികയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. രാധിക എന്നും നിങ്ങളെ സന്തോഷിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് 2 പേരുടെ ജീവനാണ് രക്ഷിച്ചത്. ഒന്ന് എന്നെ രക്ഷിച്ചു, പിന്നെ പാട്ടുകാരി ശ്യാമ വാസ്തവന്റെ ജീവൻ രക്ഷിച്ചു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഹെഡ് ഇഞ്ചുറിയുമായിട്ട് അവിടേക്ക് ശ്യാമ എത്തി. ശ്യാമയ്ക്ക് ബ്ലഡ് അത്യാവശ്യമായിരുന്നു. റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് കിട്ടാനില്ലാതെ ആകെ ടെൻഷൻ അടിച്ചിരുന്നപ്പോഴാണ് രാധികയുടെ ബ്ലഡ് സെയിം ഗ്രൂപ്പ് ആണെന്ന് അറിഞ്ഞതും
ബ്ലഡ് കൊടുക്കാൻ തയ്യാറായതും. അതുകൊണ്ട് ഒരേ ദിവസം 2 ജീവനുകൾ രക്ഷിച്ച ആളാണ് ഈ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ, ഇങ്ങനെ ഒരു മകൾക്ക് ജന്മം നൽകിയ അച്ഛൻ വളരെ പുണ്യം ചെയ്ത ആൾ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ, ആരുടെ അച്ഛൻ ആരുടെ മകള് എന്ന് പറഞ്ഞു. ഇവള് ഇവിടുത്തെ മകളൊന്നുമല്ല, ഇത് ഞങ്ങളുടെ കുട്ടിയുമല്ല എന്ന് സുകുമാരി പറഞ്ഞു. അത് കേട്ടതും വിനയപ്രസാദ് ഞെട്ടലോടെ നോക്കി. അമ്മേ എന്ന് ദേവനാരായൺ വിളിക്കുമ്പോഴേക്കും ഉടനെ സുകുമാരി പറഞ്ഞു, അതെ, സത്യം പറയുന്നതിൽ എന്താടാ പ്രശ്നം? അതെ, ഇവള് ഞങ്ങളുടെ കുട്ടിയൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിലെ ആളുമല്ല. ഇവിടെ നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇവളെ വഴി കിടന്ന് കിട്ടിയതാണ്. അച്ഛനും അമ്മയും ആരെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു ജന്മം എന്ന് പറഞ്ഞ് സുകുമാരി ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി. ദേവനാരായണനും യശോദയും ഒക്കെ ആകെ വിഷമത്തോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉടനെ വിനയപ്രസാദ് പറഞ്ഞു, എന്തായാലും ഞാൻ ഇറങ്ങിക്കോട്ടെ, എനിക്ക് ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്നാണ് വന്നത്, അല്പം ധൃതിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദേവനാരായണനും യശോദയും ആകെ വിഷമത്തിലായി. അയ്യോ, ഇവിടെ വരെ വന്നിട്ട് ഒന്ന് അകത്ത് കയറി ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ പോകുന്നത് എങ്ങനെയാ മാഡം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഉടനെ വിനയപ്രസാദ് പറഞ്ഞു, ഞാൻ ഇനിയും വരും രാധികയെ കാണാനായിട്ട്. എനിക്ക് രാധികയെ കാണുകയും സംസാരിക്കുകയും ചെയ്യണം. എൻ്റെ അനുജത്തി തന്നെയാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ തീർച്ചയായിട്ടും വരും വിശേഷങ്ങൾ അറിയാനായിട്ടെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ദേവനാരായണൻ പറഞ്ഞു, അമ്മ പറഞ്ഞൊന്നും വേണം കാര്യമാക്കണ്ട കേട്ടോ. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇവള് ഞങ്ങളുടെ സ്വന്തം മകള് തന്നെയാണ്. ഞങ്ങൾക്ക് ഇവള് സ്വന്തം മകൾ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ വിനയ പറഞ്ഞു, എനിക്കറിയാം, എല്ലാവർക്കും എല്ലാം ഒരുപോലെ ആകണമെന്നില്ലല്ലോ. നിങ്ങളുടെ ചിന്താഗതിയും ഇഷ്ടവും എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, രാധിക എന്ന മകളെക്കുറിച്ച് ഇന്ന് നിങ്ങൾക്ക് അഭിമാനം കൊള്ളാൻ പറ്റും. അത് തീർച്ച എന്ന് പറഞ്ഞ് എന്നാ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് വിനയപ്രസാദ് യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. വിനയപ്രസാദ് പോയി കഴിയുമ്പോഴേക്കും അവിടേക്ക് ആകെ വിഷമത്തോടെ അവിടുന്ന് പോയി കഴിയുമ്പോൾ അവിടെ അകത്തേക്ക് കയറി വന്ന ദേവനാരായണൻ അകത്തിരിക്കുന്ന സുകുമാരിയുടെ അരികിലേക്ക് എത്തി. അമ്മ എന്ത് കാര്യമായി കാണിച്ചത്? അമ്മ എന്തൊക്കെയായി വിളിച്ചു പറഞ്ഞത് എന്ന് ദേവനാരായണൻ ദേഷ്യപ്പെട്ടു. അമ്മയ്ക്ക് അല്പമെങ്കിലും നാണമുണ്ടോ? അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് ചോദിച്ചു. അത് കേട്ട ഉടനെ തന്നെ ദേവനാരായണൻ അങ്ങനെ സംസാരിക്കുന്നത് കേട്ട് ദേഷ്യത്തോടെ ദേവനാരായൺ പറഞ്ഞിരുന്നത് സുകുമാരി ദേഷ്യത്തോടെ നോക്കി. അമ്മ എപ്പോഴും എന്തിനാ ഞങ്ങളുടെ കുട്ടിയെ അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ യശോദയോട് ദേഷ്യത്തോടെ ചോദിച്ചു സുകുമാരി. പിന്നെ ഞാൻ എന്താ പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സുകുമാരി ചോദിച്ചു, എൻ്റെ മോള് നല്ലവളാണെന്ന് പറഞ്ഞതിൻ്റെ അസൂയ കൊണ്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അമ്മയ്ക്കല്ലെങ്കിലും ഇവളെക്കുറിച്ച് നല്ലത് പറയുന്ന അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല, അമ്മയ്ക്ക് സഹിക്കില്ലല്ലോ, അതല്ലേ സത്യം എന്ന് ദേവനാരായണൻ ചോദിച്ചപ്പോൾ അതേടാ, അത് തന്നെയാ സത്യം. ഇവളെ എവിടുന്ന് വന്നെന്നോ ഇവളുടെ അച്ഛനും അമ്മയും ആരെന്നോ പോലും അറിയത്തില്ലാത്ത ഈ അനാഥ ജന്മത്തെ അങ്ങനെ പുകഴ്ത്തി പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് അത് സഹിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞ് സുകുമാരി ദേഷ്യത്തോടെ പോയി. ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് ഒരിക്കലും ഇവളെ ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന് പറഞ്ഞ് സുകുമാരി പോകുന്നത് കേട്ട് ദേവനാരായണൻ പറഞ്ഞു, അമ്മയല്ലെങ്കിലും അങ്ങനെയാണല്ലോ. എന്തായാലും നമ്മുടെ മോള് നമുക്കെന്നും മകൾ തന്നെയാണ്. മോളുടെ കൈക്ക് ഒത്തിരി വേദനയുണ്ടായോ? മോൾക്ക് മനസ്സിന് സങ്കടമുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല അച്ഛാ, എനിക്ക് ഒരു വിഷമവും ഇല്ല. ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണ്. എൻ്റെ ഈ ജന്മത്തെക്കുറിച്ച് ഞാൻ ഒത്തിരി സങ്കടപ്പെടുകയും വേദനിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു ചോര, ഈ എൻ്റെ ജന്മം അത് എത്ര നശിച്ച ജന്മമാണെന്നൊക്കെ ഓർത്ത്. എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷമാണ് തോന്നുന്നത്. വേറൊന്നുമല്ല, ഈ ചോരയിലെ എനിക്ക് ജന്മം കിട്ടിയതില് ഈ ചോരയല്ലേ ഇപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ പോലെ കാണുന്ന ശ്യാമ മേഡത്തിന്റെ രക്തത്തിലൂടെ ഒഴുകുന്നത്. ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്, ഞാൻ ഈ ലോകത്തെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ആ മേഡത്തിന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞതും ഈ ചോര കൊണ്ടല്ലേ. അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടച്ചാ എന്ന് പറയുമ്പോൾ അത് കേട്ട് യശോദയും ദേവനാരായണനും സന്തോഷത്തോടെ രാധികയെ നോക്കുന്നു. പിന്നീട് രാധികയുടെയും ശ്യാമയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണെന്നുള്ള സത്യം അറിഞ്ഞതോടെ അത് അവിടെ വന്ന കുട്ടി, ശ്യാമയ്ക്ക് ബ്ലഡ് കൊടുത്ത കുട്ടി ശ്യാമയുടെ മകൾ തന്നെയാണെന്നുള്ള ചിന്തയിലേക്ക് അശ്വതിയും എത്തിച്ചേർന്നത്. കണ്ണു തുറക്കുന്ന ശ്യാമയ്ക്കരികിലേക്ക് എത്തിയ ഡോക്ടർ കാര്യങ്ങളൊക്കെ ശ്യാമയോട് അറിയിച്ചു. ശ്യാമ തന്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മേഡത്തെ പോലെ തന്നെ കാണാൻ മേഡവുമായിട്ട് സാമ്യം തോന്നുന്ന ഒരു കുട്ടി തന്നെയാണ് മേഡത്തിന്റെ ജീവൻ രക്ഷിച്ചെന്ന് പറഞ്ഞതും വളരെ സന്തോഷമാവുകയാണ് ശ്യാമയ്ക്ക്. അത് സ്വന്തം മകൾ തന്നെയാണ്. ശ്യാമയെ നമ്മൾ അന്വേഷിച്ച് നടന്ന ശ്യാമയുടെ രൂപസാദൃശ്യമുള്ള ആ പെൺകുട്ടി തന്നെയാണ് ശ്യാമയ്ക്ക് ബ്ലഡ് നൽകിയത്. അതുകൊണ്ട് സ്വന്തം മകൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ഓർമ്മിപ്പിക്കുന്നതോടെ വലിയ സന്തോഷമാവുകയാണ് ശ്യാമയ്ക്ക്. അതിലങ്ങനെ വളരെ മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് ശ്യാമ നിന്നു. പിന്നീട് ശ്യാമ അത്രയും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ, അത്രത്തോളം ആവേശത്തിലും സന്തോഷത്തിലും അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ശ്യാമയുടെ മനസ്സിലേക്ക് മറ്റൊരു കാര്യം കൂടി, തന്റെ മകളെ കണ്ടെത്താൻ കഴിയുന്നതിനേക്കാൾ ഉപരി തന്റെ മകളുടെ ചോര, ആ ബ്ലഡ് അത് തന്റെ ദേഹത്തൂടി ഓടുന്നല്ലോ എന്ന ആത്മവിശ്വാസവും സമാധാനവും ശ്യാമയ്ക്കുണ്ടായി. പിന്നീട് കണിമംഗലത്ത് പ്രിയങ്ക അവരുടെ ഫോണിൽ സംസാരിക്കുന്നതും അത് വീട്ടിലേക്കല്ല എന്നും ഉറപ്പാക്കുന്ന
കൽപ്പന ഉടനെ തന്നെ പത്മിനിയെയും ജയഭാരതി മുത്തശ്ശിയെയും പ്രിയങ്കയുടെ അരികിലേക്ക് കൊണ്ടുവരികയും പ്രിയങ്ക ആരും കേൾക്കാതെ മുറിയിൽ മാറി നിന്ന് സംസാരിക്കുന്ന ആരോടാണെന്നും അത് ഒരിക്കലും അവളുടെ വീട്ടുകാരോടുള്ള സംസാരമല്ല എന്നും സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുമായി മുത്തശ്ശിയെയും അമ്മയെയും കൂട്ടി കൽപ്പന പ്രിയങ്കയുടെ റൂമിലേക്ക് എത്തുമ്പോൾ പ്രിയങ്ക ആകെ ഞെട്ടലോടെ അവരെ നോക്കുന്നു.